ആലപ്പുഴയിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അംഗനവാടികൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും അവധി ബാധകമാണ്. പക്ഷേ പൊതുപരീക്ഷകൾക്ക് അവധി ബാധകമല്ല. ആലപ്പുഴയിലാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചത്. എന്തായാലും മഴ തുടരുന്ന സാഹചര്യത്തിലാണ് പലയിടങ്ങളിലും പല ജില്ലകളിലും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട റാന്നിയിൽ വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. പ്രതീഷ് ഉണ്ട് അവിടുന്ന് വിശദാംശങ്ങളുമായി. പ്രതീഷ്, റാന്നിയിലെ സാഹചര്യം എന്താണിപ്പോൾ? പത്തനംതിട്ട ജില്ലയിലെ മലയോര മേഖലയിൽ ശക്തമായ മഴയാണ് ഉള്ളത്. ഇന്നലെ രാത്രി തുടങ്ങിയ മഴ പലയിടങ്ങളിലും ഇപ്പോഴും തുടരുകയാണ്. ഏറ്റവും പുതിയ വിവരം, പത്തനംതിട്ട ശബരിമല റൂട്ടിൽ വടശ്ശേരിക്കരയ്ക്ക് സമീപം വലിയ വെള്ളക്കെട്ടുണ്ട്. റോഡിൽ വെള്ളം കയറിയിരിക്കുന്നു. പമ്പ നദിയുടെ ഭാഗമായ ഒരു തോട്ടിൽ നിന്നാണ് വെള്ളം റോഡിലേക്ക് കയറിയിട്ടുള്ളത്. വീടുകളിലടക്കം വെള്ളക്കെട്ട് നിലവിലുണ്ട്. ഒപ്പം ഈ പമ്പ, കക്കാട്, കല്ലാർ നദികളിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നുണ്ട് എന്നതാണ് പ്രധാനമായും മനസ്സിലാക്കാൻ കഴിയുന്നത്. തേക്ക് തോട്ടിൽ വീടുകളുടെ സമീപത്തേക്ക് ഉൾപ്പെടെ വെള്ളം ഒഴുകിയെത്തിയിട്ടുണ്ട്. തണ്ണിത്തോട്, ചെറുതോടുകളിലും ജലനിരപ്പ് ഉയരുന്നു എന്നതാണ് പ്രധാനമായും ലഭിക്കുന്ന വിവരം. പത്തനംതിട്ട റാന്നിയിലും പമ്പ നദിയിലെ ജലനിരപ്പ് ഉയർന്നിരിക്കുകയാണ്. പേട്ട ജംഗ്ഷന് സമീപം വെള്ളം കയറിയിട്ടുണ്ട്. മാമുക്ക് ചെറിയ പാലത്തിന് സമീപവും വെള്ളക്കെട്ടുണ്ട് എന്നതാണ് ലഭിക്കുന്ന വിവരം. പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന ഒരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. കാരണം മലയോര മേഖലകളിൽ പ്രത്യേക ജാഗ്രതയാണ് വേണ്ടത്. ശക്തമായ മഴ തുടർച്ചയായി മണിക്കൂറുകളായി പത്തനംതിട്ട ജില്ലയിലുണ്ട്. മലയോര മേഖലകളിലാണ് നിലവിൽ മഴ ശക്തമായിട്ടുള്ളത്. മണ്ണിടിച്ചിൽ ഉൾപ്പെടെ സാധ്യത. മലയോര മേഖലകളിൽ മഴ ശക്തമായി തുടരുകയാണ്. മണ്ണിടിച്ചിലൊന്നും ഇപ്പോൾ പത്തനംതിട്ടയിൽ എവിടെയും വന്നിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ വാർത്ത. ഇടുക്കിയിലും കോട്ടയത്തുമൊക്കെ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമുണ്ട്. ആലപ്പുഴയിൽ ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ജില്ലാ കളക്ടർ. വിവരങ്ങളാണ് MG പ്രതീഷ് നൽകിയത്.